കുട്ടികൾക്ക് പുതിയ ക്ലാസ് ടീച്ചറെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സത്യം പറഞ്ഞ ഈ ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല സാർ. മറ്റു പലയിടത്തും ലക്ഷങ്ങൾ വാങ്ങി നിയമനം നടത്തുമ്പോ ഒന്നും വാങ്ങാതെ ഇങ്ങനെ ഒരു ജോലി. നിയമനം നടത്തി പണം പിരിക്കേണ്ട കാര്യമൊന്നും ദേവക്കാട്ടുകാർക്കില്ല. ടീച്ചർക്കറിയോ, ഈ നാട്ടിലെ സ്കൂള് മാത്രമല്ല, ആശുപത്രി, സ്വർണ്ണക്കട, തുണിക്കട, ബ്രാൻഡിക്കട, അങ്ങനെ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളും ദേവക്കാട്ടുകാരുടെ. തെമ്മാടിത്തരം വേണോ അതിനും ഉണ്ടാളും. അപ്പനും 6 മക്കളും കൂടി തീരുമാനമെടുത്താൽ ആരെ കൊണ്ടും അതിനെ എതിർക്കാനൊക്കില്ല. പക്ഷെ സത്യത്തിന് നിരക്കാത്തൊന്നും ദേവക്കാട്ടുകാർ ചെയ്യില്ല. ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി എന്ന് പറയാനാവില്ല, വിഭവസമൃദ്ധമായ സദ്യയല്ലേ കൊടുക്കണത്. പിന്നെ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാ ആ മുറ്റത്ത് ചെന്നാ മതി, വാരി കോരിയാ തരുന്നേ. എന്റെ 3 പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഈ നാട്ടിലൊരു നാടൻ പ്രയോഗമുണ്ടേ, അപ്പന്റെയും മക്കളുടെയും സ്നേഹം ദേവക്കാട്ടിൽ നിന്ന് പഠിക്കണത്. ക്ലാസ്സിലേക്ക് വെക്കണോ? ആ ബാഗ് നോക്കടാ. പോട്ടെ 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 മതി ചായോ സൂക്ഷിച്ച്. നീ അവിടെ ഇറങ്ങാം, ഞാൻ എടുത്തു തരാം. ആ ഇതെല്ലാം എടുത്താ സ്റ്റോറെ കൊണ്ടുപോയി. ഞാൻ എടുക്കടാ, ഞങ്ങൾ എടുത്തോളാം. ആ പിടിക്കടാ. ഇതാണ് നമ്മുടെ പുതിയ ടീച്ചർ. ഒന്ന് വാടാവൂ. സലീമേ, നീ ആ വണ്ടി എടുത്ത് സ്കൂളിന്റെ മുമ്പിലോട്ടിട്. ഞാൻ ഒന്ന് ഹെഡ്മാഷെ കണ്ടേച്ചു വരാം. സൈലൻസ് സൈലൻസ്. എന്നതാ പിള്ളേരെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? ഈ പീരീഡിൽ എന്നാ സാറില്ലായോ? ഗുരുപത്നിയുടെ സുഖപ്രസവത്തിന് പ്രാർത്ഥിക്കാതെ ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കുവാണോ വേണ്ടത്? അതിര് കടന്ന് ബഹളം വെച്ചാ ബ്രേക്ക് ഇല്ലാത്ത ലോറി പോലെയാ, അത് അപകടം ഉണ്ടാക്കും. മനസ്സിലായോ? ആ ടീച്ചർ ഈ പീരീഡ് ഫ്രീ അല്ലേ? അതെ സർ. ആ 5 DM ഒന്ന് അറ്റൻഡ് ചെയ്തോളൂ. ശരി സർ. ചെക്ക് പോസ്റ്റേൽ വണ്ടി തടഞ്ഞാ നമ്മൾ എന്നാ കാണിക്കണ്ടേ? ലൈസൻസും RC ബുക്കും. അല്ല, 500 രൂപ. സൈലൻസ്. പുതിയ ടീച്ചറാ? ഏയ് മിസ്റ്റർ, നിങ്ങളോടാരാ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത്? അല്ല, ഈ സാറുമാരില്ലാത്തതുകൊണ്ട് പിള്ളേരിങ്ങനെ ബഹളം വയ്ക്കുന്നത് കണ്ടപ്പോ എന്റെ വക ഒരു സ്പെഷ്യൽ ക്ലാസ്. ക്ലാസ് എടുക്കാൻ യോഗ്യതയുള്ളവർ ഇവിടെ വേറെ ഉണ്ട്. ഓരോരുത്തർക്ക് ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിക്കാനും ചുമടെടുക്കാനും വന്നാ അതങ്ങ് ചെയ്താ മതി. വലിയ സാറാവാനൊന്നും നോക്കണ്ട. ഓ, സാറാവാനുള്ള ബുദ്ധിയൊന്നും ഇല്ല ടീച്ചറെ. ഇത്തിരി പോന്ന ഈ പീക്കിരി പിള്ളേരെ തറാപറാന്ന് പഠിപ്പിക്കാൻ ഏത് കോത്താഴത്തുകാരനെ കൊണ്ടും കഴിയും. പക്ഷെ ഒരു ചാ കരിയെടുത്ത് ടീച്ചറിന്റെ തലയിലോട്ട് വെച്ചെന്നാലുണ്ടല്ലോ, ഇക്കാണുന്ന പൊക്കം കൃത്യം 4 അടി കുറഞ്ഞ് വെറുതെ വികലാംഗയായി പോവുകയുള്ളൂ. നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടോ? ഇതെന്താ ചന്തയാണെന്ന് കരുതിയോ? ഇതെന്നായി പറയുന്നേ? ചന്തയില് ബഹളം കൂട്ടുമ്പോ ഇതെന്നാടാ സ്കൂളാണോന്നാ ഞങ്ങൾ അവിടെ ചോദിക്കുന്നത്. ചന്തയെ കുറ്റം പറയാൻ നിൽക്കല്ലേ. ചന്തയിലെ മനുഷ്യർ ഇതേലും ഡീസന്റാ. അല്ല ടീച്ചറെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെ എഞ്ചിൻ ചൂടാവാൻ ഞാൻ എന്നാ കാണിച്ചു? പിള്ളേരോട് ക്ലാസ്സിൽ കയറി ഇച്ചിരി നേരം സംസാരിച്ചാ? അത് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അല്പം സംസ്കാരം വേണം. അതുണ്ടാവണമെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസം വേണം. ഇതൊന്നുമില്ലാത്ത തന്റെ തലയ്ക്ക് മുകളിൽ ചുമട് തന്നെ അലങ്കാരം. അയ്യോടാ, ഇതെന്നാ മുൻകോപ? എന്റെ പിള്ളേരെ ഈ സ്വഭാവം ഒന്നും പഠിച്ചു വെച്ചേക്കല്ലേ. ജീവിതം ചുമ്മാ വെടി തീർന്നു പോവുകയുള്ളൂ. തണുക്ക് ടീച്ചറെ, ഇല്ലെങ്കിൽ റേഡിയേറ്ററിലോട്ട് ഞാൻ വെള്ളം കോരി ഒഴിക്കുവേ. ആ ടീച്ചർ പെണ്ണ് മിടുക്കിയതല്ല. അവള് നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മുടുക്കി. അവക്ക് ഒരു ഗിയർ കൂടുതലാ. കുട്ടപ്പായി, ഞാൻ ഇടപെടണോടാ. എന്റെ പൊന്നിച്ചായ നാറ്റിക്കൽ. ഓക്കെ, നല്ലൊരു രീതിയിൽ നടക്കുന്ന സ്ഥാപനമല്ലേ അത്.
ചീട്ട് വലിക്കേണ്ട ഒരു വലിക്ക് ഇല്ല, ഞാൻ എനിക്ക് പോവാ. എടി എടി, മൂത്തവരിക്കുമ്പോ നീ ഭരിക്കാൻ നിൽക്കല്ലേ, അടങ്ങി അവിടെ ഇരി. നീ എന്നാത്തിനാ അവളെ വഴക്ക് പറയുന്നേ? അവള് ഭരിക്കട്ടടി. അവളല്ലയോ തേവക്കാട്ടെ ഝാൻസി റാണി. അതെ അതെ, അപ്പനെ അവളെങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. അപ്പൊ ഓപ്പൺ എന്റേതാ, തുടങ്ങാലോ? ഓ മാത്തച്ച ഇന്നലത്തെ പോലെ കള്ളക്കളി കളിച്ചാലുണ്ടല്ലോ ഞങ്ങൾ അങ്ങ് നിർത്തിച്ചു പോകും കേട്ടോ. ഇന്ന് ഡീസന്റാ വക്കീലേ, ഇന്നലത്തെ ഒരു 15 രൂപ 50 പൈസ ഇങ്ങോട്ട് വരാനുണ്ടേ. തന്നേക്കാ ചായ, അതിനും പലിശ കൂട്ടിയേക്കല്ലേ. കടം പറഞ്ഞുകൊണ്ടുള്ള ഏർപ്പാട് ഇന്ന് മുതൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അത് നീ എനിക്കിട്ട് കൊള്ളിച്ചാന്നല്ലോടി. മടി നിറച്ച് കാശുമായിട്ടാ വന്നിരിക്കുന്നേ. മേബിൾ ഈ പെരുന്നാളിനെങ്കിലും വരുവോ അറിയാച്ച? ഏത് മേബിള്? ഓ, നിന്റെ ഭാര്യ വരുവോ? വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക വിടാൻ മേബിൾ ഇളമയ്ക്കും നാട് വിടാൻ ഡോക്ടർക്കും കഴിയില്ലെന്ന് വാശി വന്ന പിന്നെ എന്നാ ചെയ്യാനാ? ഇവിടെ എന്നാ കുറവുണ്ടായിട്ടാ? ആശുപത്രിയിലാഞ്ഞിട്ടാ? ഉള്ളത് പോരായി അവളുടെ ഇഷ്ടത്തിന് വേറൊന്നും കൂടെ പണിയാൻ പറയടാ. കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം അവള് പറയുന്നേ. നാട്ടിൽ പഠിച്ചിട്ടാ ഞങ്ങളൊക്കെ ഇവിടം വരെ എത്തിയത്. എവിടം വരെ? മീൻചന്ത വരെ. ഹലോ, ഞാനാ. എന്നാ ഇത്? ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലായോ? ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. എന്റെ പൊന്ന് ടീച്ചറെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നടക്കണേ. ഈ ടയറിന് പ്യൂണും ടീച്ചറും ഒക്കെ ഒരുപോലെ, ഒരു ബഹുമാനവും കാണുകയില്ല. കേറിയ തവള പൊട്ടുന്ന പോലെ പക്കന്ന് പൊട്ടും. സ്കൂളിന് അവധിയും കൊടുക്കണം. വെറുതെ മൂക്കി പഞ്ഞിയും വെച്ച് ഷൂ ഇട്ട് കിടക്കണോ? പോകുന്നുണ്ടോ? ഓ, ഞാനും സ്കൂളിലേക്കാ. ഇപ്പൊ തന്നെ ലേറ്റ് ആയല്ലോ. വേണോ ഞാൻ വിടാം? ഓ, വാക്കുകളുടെ ഉച്ചാരണ ഭേദം ഋഗ്വേദത്തിൽ നിന്ന്, സംഗീതം സാമവേദത്തിൽ നിന്ന്, അഭിനയം യജുർവേദത്തിൽ നിന്ന്, രസങ്ങൾ അഥർവവേദത്തിൽ നിന്ന് ഉത്ഭവിച്ചുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജഗ്രാഹ പാഠ്യ ഋഗ്വേദാത് സാമഭ്യൗ ഗീതമേവച യജുർവേദാത് അഭിനയാൻ രസാധർവണാതപി. ഓരോ വേദത്തിലും മന്ത്രങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ എന്നിവ ഉൾച്ചേർന്നിരിക്കും. വേദത്തെ 4ആയി തിരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് വ്യാസനാണ്. ഋഗ്വേദം പൈലനെയും, സാമം ജൈമിനിയെയും, യജുർവേദം വൈശമ്പായനെയും, അഥർവം സുമന്തുവിനെയും പഠിപ്പിച്ചു. യാമിനി പറയൂ, വൈശമ്പായനെ ഏത് വേദമാണ് വ്യാസൻ പഠിപ്പിച്ചത്? സർ, 8A സംസ്കൃതം ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വണ്ടിയും കൊണ്ടുവന്ന ആള്. ഓ അതോ, അതാണ് കുട്ടപ്പായി. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ സ്കൂളിന്റെ ഉടമ. ഇവിടെ അധ്യാപകര് ലീവിന് പോകുമ്പോ ഞാൻ പോർഷൻ കവർ ചെയ്ത് പോകുന്നത് അയാൾ ഒറ്റ ഒരുത്തരുള്ളതുകൊണ്ടാ. ക്ലാസ് എടുക്കാൻ ചിലപ്പോ അയാൾ ലോറിയിലേക്കാവും വരിക. അതൊക്കെ അങ്ങോട്ട് കണ്ണടച്ചേക്കണം. പക്ഷെ ഏത് വിഷയത്തിലും നല്ല ഭരിക്കാനാ. അതിനുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ 2 വിഷയങ്ങളില് മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളാന്ന് പ്രവൃത്തിയും പെരുമാറ്റവും കൂടെ പറയോ ടീച്ചറെ? എന്തു പറയാനാ, ഒരു തലതിരിവാ. ഇഷ്ടന് ലോറി ഓടിക്കാനും തല്ലുകൂടാനും നേരമുള്ളൂ. ആരുടെ ദൈവഭാഗ്യത്തിനാണാവോ ഇന്നലെ ഞാനൊന്നും സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ സമ്മതിച്ചു. 2 വിഷയങ്ങൾ എടുക്കാൻ ഏറ്റിരിക്കുക, സംസ്കൃതവും ഹിസ്റ്ററിയും. അല്ല, ടീച്ചർക്ക് ഇവരുടെ ക്ലാസ് ഉണ്ടല്ലോ. അങ്ങനെയാണ് 4 വേദങ്ങളുടെ ഉൽപ്പത്തി. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ തീർക്കാം. എന്നാ? ഇനി നിങ്ങൾക്ക് റബേക്ക ടീച്ചറിന്റെ ക്ലാസ്സാ. ടീച്ചർ നല്ല സംസ്കാരവും അറിവും ഒക്കെ ഉള്ള ആളാ.
എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ആ യെസ് യു മേ. ഗുഡ് മോർണിംഗ് സിഡം. ഗുഡ് മോർണിംഗ്, ഇരിക്കൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചാണ്. പശ്ചിമ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ ഫ്രാൻസിൽ 1789-നും 99-നും ഇടയ്ക്ക് സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം എന്നീ ജനാധിപത്യ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടന്ന വിപ്ലവമാണ് ലൂയി ദ 16. ലൂയി 16-ാമൻ തടവിലാക്കപ്പെടുന്നത് രാജകീയ ആസ്ഥാനമായ ബാസിലയുടെ ആക്രമണത്തെ തുടർന്നാണ്. ടീച്ചറെ, ക്ലാസ്സില്ലേ? ആ, എല്ലാരും നോട്ട്സ് എഴുതാനുള്ള പുസ്തകം എടുത്തോളൂ. ടീച്ചറെ, ഒരു സംശയമുണ്ട്. എന്താ സംശയം? ഈ അഷ്ടധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ടീച്ചറെ? അഷ്ടധർമ്മങ്ങളോ? അതിനെക്കുറിച്ച് ഏത് പാഠത്തിലാ പറഞ്ഞിരിക്കുന്നേ? പാഠത്തിലില്ല, ഒരു സംശയം ചോദിച്ചതാ. ടീച്ചർക്ക് അറിയില്ലേ? അത് ഞാൻ റെഫർ ചെയ്തിട്ട് നാളെ പറഞ്ഞുതരാം. സിഡോൺ. ധർമ്മങ്ങളെ പൗരാണികർ 8ആയി തരംതിരിച്ചിരിക്കുന്നു. യാഗം, വേദാഭ്യാസം, ദാനം, തപസ്, സത്യം, ക്ഷമ, ദയ, ലോപമില്ലായ്മ. ഇതാണ് അഷ്ടധർമ്മങ്ങൾ. അഷ്ടവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ 8 ഔഷധങ്ങളാണ്. അതിൽ ചിലത് ചേർന്നാൽ അത് വാദത്തിനുള്ള കഷായ. ഇവിടെ ചിലർക്ക് അത് കൊടുക്കേണ്ടി വരും. സാർ, ബ്രഹ്മലക്ഷണത്രയങ്ങൾ ഏതൊക്കെയാ? അതൊക്കെ ക്ലാസ് ടീച്ചറോട് ചോദിക്കേ. ഏതാ ടീച്ചറെ? സാർ, അതും ടീച്ചർക്ക് അറിയില്ല. അയ്യോ കഷ്ടം. ബ്രഹ്മലക്ഷണങ്ങൾ: സത്യം, ശിവം, ശാന്തം. ശാന്തം എന്ന് പറഞ്ഞ ഇപ്പതേ ടീച്ചർ നിൽക്കുന്നില്ലേ, അതുപോലെ ശാന്തം, പാവം. ടീച്ചറെ, എന്യൂറസിസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സിലബസ് ഇല്ലാത്തൊന്നും ചോദിക്കണ്ട. കണ്ടോ കണ്ടോ, ടീച്ചർക്ക് ദേഷ്യം വന്നു തുടങ്ങി. അത് ടീച്ചർക്ക് പറയാൻ പറ്റുന്ന ഉത്തരവായിരുന്നല്ലോ. കാരണം ടീച്ചറും ചെറുപ്പത്തിൽ അതൊക്കെ ചെയ്തു കാണുവേ. മനസ്സിലായില്ലയോ? എന്യൂറസിസ്, കിടക്കപ്പായ കിടന്ന മുള്ളണ സ്വഭാവം. ഇരിക്കെ. ഇന്ന് പഠിപ്പിക്കാനുള്ള വിഷയമല്ലാതെ വേറെ വല്ലതും ഒക്കെ ചോദിച്ചാ അതൊക്കെ പറഞ്ഞുതരാനുള്ള അറിവ് ടീച്ചർക്ക് ഉണ്ടായിന്ന് വരുവോ? അതുകൊണ്ട് ഇനി ചോദ്യങ്ങളൊന്നും വേണ്ട. എന്നാ ടീച്ചറെ, വെള്ളം വല്ലതും കുടിക്കണോ? ഓ, വേണ്ടി വരില്ല. ആവശ്യത്തിൽ കൂടുതൽ പിള്ളേര് കുടിപ്പിച്ചല്ലോ. അപ്പോഴേ ഈ അറിവും സംസ്കാരവും ഒക്കെ ഉണ്ടെന്ന് സ്വയം അങ്ങ് അഹങ്കരിച്ചാൽ മാത്രം പോരാ. അതിനുള്ള മരുന്ന് ലേശമെങ്കിലും കയ്യിൽ ഉണ്ടാവുകയും വേണം. അതുകൊണ്ട് ടീച്ചർ അന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ടീച്ചർക്ക് പറഞ്ഞിരിക്കുന്ന പണി വീട്ടിലിരുന്ന് കെട്ടിയോന് 4 നേരം വെച്ചു വിളമ്പി എന്റെ അമ്മച്ചിയെ പോലെ ഒരു 5-6 എണ്ണത്തിനെ പെറ്റ് വളർത്താനാ. അതല്ലേ നല്ലത് എന്റെ വിവരദോഷി ടീച്ചറെ. ടീച്ചറെ